കാവിൽ വളപ്പിൽ കുടുംബാംഗങ്ങളുടെ മൂന്നാമത് കുടുംബസംഗമം 2024 ജൂൺ 23 ഞായറാഴ്ച കാളാച്ചാലിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ ചങ്ങരംകുളം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏകദേശം 1.5 നൂറ്റാണ്ട് മുമ്പ് വട്ടംകുളം പഞ്ചായത്തിലെ മൂതൂരിൽ നിന്ന് ആലങ്കോട് പഞ്ചായത്തിലെ കക്കിടിപ്പുറം മഹല്ലിൽ വന്ന് താമസമാക്കിയ കാവിൽ വളപ്പിൽ കുഞ്ഞിരായിൽ എന്നിവരുടെ പിൻതലമുറയിൽപ്പെട്ട 3000-ഓളം വരുന്ന കുടുംബാംഗങ്ങളാണ് സംഗമത്തിൽ ഒത്തുകൂടുന്നത്. ഈ വർഷം നടക്കുന്ന കുടുംബസംഗമത്തിൽ വെച്ച് കാവിൽ വളപ്പിൽ കുടുംബസംഗമവും പ്രമുഖ എഴുത്തുകാരനും കവിയും സൂഫി ചിന്തകനുമായിരുന്ന മർഹൂം KVM പന്താവൂരിൻ്റെ ഓർമ്മയ്ക്കായി AVM ഉണ്ണി ആർക്കൈവ്സിൻ്റെ ബാനറിൽ തയ്യാറാക്കിയ KVM പന്താവൂർ ഡോക്യുമെൻ്ററിയുടെ പ്രമോ പ്രദർശനവും സംഘടിപ്പിക്കുന്നുണ്ട്. പ്രാമാണികമായ ഒട്ടേറെ അറബി ഗ്രന്ഥങ്ങൾ KVM പന്താവൂർ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. 2017 നടന്ന കുടുംബസംഗമത്തോടനുബന്ധിച്ച് KVM പന്താവൂരിൻ്റെ ഗ്രന്ഥങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിച്ചിരുന്നു. കാളാച്ചാൽ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നടക്കുന്ന കാവിലോട്ട് കുടുംബത്തിൻ്റെ മൂന്നാമത് കുടുംബസംഗമം രാവിലെ 9 മണിക്ക് തുടങ്ങിയിട്ട് 5 മണി വരെ നടക്കുന്ന പരിപാടിയാണ്. അതിൽ സംഗമത്തിൻ്റെ ഉദ്ഘാടനം P. സുരേന്ദ്രൻ, പ്രമുഖ സാഹിത്യകാരനായിട്ടുള്ള എഴുത്തുകാരനുമായിട്ടുള്ള P. സുരേന്ദ്രനാണ്. പിന്നെ വൈകിട്ടുള്ള സെഷനിൽ PMA കത്തൂറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. അതുകൂടാതെ വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളുണ്ട്. അതുകൂടാതെ പ്രമുഖ സാഹിത്യകാരനായിരുന്ന മാപ്പിള സാഹിത്യകാരനായിരുന്ന KVM പന്താവൂരിൻ്റെ ഡോക്യുമെൻ്ററിയുടെ പ്രദർശനം ഉണ്ടായിരുന്നു. ഭാഗമായിരുന്ന പന്താവൂരിൽ ജീവിച്ചിരുന്ന അധ്യാപകനും എഴുത്തുകാരനും പ്രമുഖ സൂഫി ചിന്തകനുമായിരുന്ന KVM പന്താവൂരിൻ്റെ ഒരു ഡോക്യുമെൻ്ററി AVM ഉണ്ണി ആർക്കൈവ്സ് പന്താവൂരിലെ തലാപ്പിൽ മുഹമ്മദ് ഉണ്ണി എന്ന് പറയുന്ന ആളുടെ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം വളരെ ഫേമസ് ആണ്. AVM ഉണ്ണി ആർക്കൈവ്സ്. അദ്ദേഹം KVM പന്താവൂർ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ KVM പന്താവൂരിനെ ഇൻ്റർവ്യൂ ചെയ്യുകയും പലതവണ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ അദ്ദേഹത്തെ ഇവിടെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ KVMൻ്റെ അടുത്ത സഹചാരികളായിരുന്ന സാഹിത്യകാരനായിരുന്ന പന്താവൂരിലെ AT കരുണാകരൻ മേനോനും അതുപോലെ തന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന MN കാരശ്ശേരി, മുഹമ്മദ് ഫൈസി കക്കാട് തുടങ്ങിയ KVMയുമായി അടുത്ത ബന്ധമുള്ള ഒരുപാട് ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ഡോക്യുമെൻ്ററി തയ്യാറാക്കിയിട്ടുള്ളത്. അതിലൊരു ഡെമോ പ്രദർശനം നമ്മുടെ ഈ സംഗമത്തോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. KVM പന്താവൂരിൻ്റെ എഴുത്തുകളുടെ ഗ്രന്ഥങ്ങളുടെ ഒരു പ്രദർശനവുമൊക്കെ നമ്മൾ ആദ്യത്തെ സംഗമത്തിൽ നടത്തിയിരുന്നു. പിന്നെ മറ്റൊരു പരിപാടി ഇതോടനുബന്ധിച്ച് മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട്. സൗജന്യ മെഡിക്കൽ ക്യാമ്പ്. അതുപോലെ തന്നെ SLC +2 മദ്രസ പൊതുപരീക്ഷകളിലൊക്കെ വിജയിച്ച കുട്ടികൾക്കുള്ള അവാർഡ് ദാനം തുടങ്ങിയ പരിപാടികളോടെയാണ് ഈ സംഗമം സംഘടിപ്പിക്കുന്നത്. പന്താവൂർ, മൂതൂർ, ആലങ്കോട്, കക്കിടിപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്ന 3000-ഓളം വരുന്ന കുടുംബങ്ങളുടെ സംഘമാണ്. കഴിഞ്ഞ 2017 ആദ്യത്തെ സംഗമം നടന്നത്. 2019 രണ്ടാമത്തെ കുടുംബ സംഗമത്തിൽ വെച്ച് കാവൽപ്പി കുടുംബത്തിൻ്റെ ഒരു ഡയറക്ടറി പ്രകാശനം ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഏകദേശം 3000-ഓളം ആളുകളുടെ പേരുകൾ ഉൾക്കൊള്ളുന്ന ഡയറക്ടറിയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിലേറെക്കുറെ അംഗങ്ങളും നാട്ടിലുള്ള ഒട്ടുമിക്ക ആളുകളും ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ സംഗമത്തെക്കുറിച്ച്. കുടുംബത്തോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, കുട്ടികളുടെ കലാപരിപാടികൾ, SSLC +2 മദ്രസ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KV മുഹമ്മദ് ഷെരീഫ്, KV അബ്ദുൾ ജലീൽ, അഹമ്മദുണ്ണി കാളാച്ചാൽ, KV ഷമീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. റിപ്പോർട്ടർ മീഡിയ സ്കാൻ.